നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്നു മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും വിവിധ ജനപ്രതിനിധികളും മന്ത്രിമാരും MLA മാരൊക്കെ തന്നെ ഇതിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും വാഹനങ്ങളൊക്കെ തന്നെ ഫ്രീ ആയി നിരത്തിലിറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത്. തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി VD സതീശനുള്ളത്. തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നാണ് അദ്ദേഹം ഇതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോണും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും യാത്രയും സെക്രട്ടേറിയറ്റിൽ ലഭിച്ച സ്വീകരണവും പലയിടത്തും ജനപ്രതിനിധികൾ ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ വാർത്തകൾ വരുന്നതിനിടയിൽ കൊല്ലത്ത് ഒരു ചെറിയ അപകടം സംഭവിച്ചിരിക്കുകയാണ്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ദേഹത്ത് ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടന വേളയിൽ ചൂട് പായസമാണ് ദേഹത്ത് വീണത്. കൊല്ലം KSRTC ഡിപ്പോയിൽ വെച്ച് നടന്ന പ്രിയദർശിനി ബസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ടായിരുന്നു മന്ത്രി ബിന്ദു കൃഷ്ണ അവിടെ എത്തിയത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും ഉണ്ടായിരുന്നു. ബസ്സിനകത്ത് വെച്ചിട്ട് മന്ത്രി മറ്റുള്ള പ്രവർത്തകർക്കൊപ്പൊക്കെ തന്നെ യാത്ര ചെയ്യുകയായിരുന്നു. നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട്, മന്ത്രിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആകെ ഒരു തിരക്ക് നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ഇതിന് ഉള്ളിൽ വെച്ചാണ് പായസ വിതരണം നടത്തിയത്. ഈ പായസമാണ് മന്ത്രിയുടെ തലയിൽ വീണത്. പുറകിൽ നിന്നൊരാൾ അദ്ദേഹം കൈയെത്തിച്ച് കഷ്ടപ്പെട്ട പായസം മുൻപിലുള്ള ആർക്കോ ഒരു ഗ്ലാസ് പായസം കയ്യിൽ കൊടുക്കുകയായിരുന്നു. ഇതിനിടയിൽ മന്ത്രിയുടെ അടുത്ത് നിന്നിരുന്ന ചില സ്ത്രീകൾ അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു, അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരാളുടെ കൈ തട്ടിയാണ് പായസം മന്ത്രിയുടെ തലയിൽ വീണത്. മാധ്യമങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മന്ത്രിയുടെ തലയിൽ പായസം വീഴുന്നതും മന്ത്രി ചൂടുകൊണ്ട് പെട്ടെന്ന് ചാടി എണീറ്റ് അസ്വസ്ഥയാകുന്നതൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ചൂടുള്ള പായസമായതിനാൽ തന്നെ മന്ത്രി വേഗം ചാടി എണീറ്റും. മന്ത്രിയുടെ മുഖത്തും അതുപോലെ തന്നെ തലയിലും ദേഹത്തുമായിട്ടാണ് പായസം വീണത്. തൊട്ടപ്പുറത്ത് നിന്ന യുവതിയുടെ മുഖത്തേക്കും പായസം തെറിച്ചു വീണിട്ടുണ്ട്. ഉടൻ തന്നെ എല്ലാവരും ബഹളം വെക്കുകയും അടുത്തുണ്ടായിരുന്ന മറ്റുള്ള പ്രവർത്തകർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പായസം, തലയിൽ വീണ പായസം വളരെ വേഗത്തിൽ തന്നെ തട്ടി മാറ്റുന്നുണ്ടായിരുന്നു. മന്ത്രി അസ്വസ്ഥയാകുന്നതും കാണാനായിട്ട് സാധിക്കും. കാരണം വളരെ ചൂടുള്ള പായസമാണ് വിതരണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹം പൊള്ളാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തുള്ള ആളുകളൊക്കെ തന്നെ മന്ത്രിയുടെ ദേഹത്തുണ്ടായിരുന്ന പായസം തുടച്ചു മാറ്റി. അതിനുശേഷം മന്ത്രി അവിടെ ബസ്സിന്റെ സീറ്റിൽ ഇരിക്കുന്നത് കാണാം. പക്ഷെ അപ്പോഴും വളരെ അസ്വസ്ഥയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ദേഹത്തും തലയിലും ഒക്കെ തന്നെ പായസം വീണ് അത് തുടച്ചതിന്റെ ഒരു അസ്വസ്ഥത മന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും ചൂടുള്ള പായസമായിരുന്നു. പെട്ടെന്ന് തന്നെ കൂടെ ഉണ്ടായിരുന്നവർ ഷാളും മറ്റും ഉപയോഗിച്ച് മുഖവും തലയും വൃത്തിയാക്കി. മന്ത്രിക്ക് വേറെ പൊള്ളലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് ചിന്നക്കടവ് വരെ ബസ്സിൽ യാത്ര ചെയ്ത മന്ത്രി മടങ്ങുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നതടക്കം പരിശോധിച്ച് വരുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷമാണ് മന്ത്രി ബിന്ദു കൃഷ്ണ യാത്ര നടത്തുന്നതിനിടെ തലയിൽ പായസം വീണത്. മന്ത്രിക്ക് നൽകുന്നതിനായി കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിലേക്ക് പായസം എത്തിച്ചിരുന്നു. ഇതിനിടെ ബസ്സിനുള്ളിൽ അനുയായികളും യാത്രക്കാരും അടങ്ങിയ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. തിരക്കിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് പായസം നിറച്ച പാത്രം മന്ത്രിയുടെ തലയിലേക്ക് തട്ടി പായസം ദേഹത്ത് വീണത് എന്നാണ് വിശദീകരണം. സംഭവം മനഃപൂർവ്വമല്ലെന്ന് ബസ്സിനുള്ളിലെ തിരക്കാണ് കാരണമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ഉദ്ഘാടന പരിപാടിക്കും യാത്രയ്ക്കും ഇവിടെ നിരവധി പേർ മന്ത്രിയെ കാണാനും ആശംസകൾ അറിയിക്കാനുമായി ബസ്സിലേക്ക് എത്തിയതോടെയാണ് ബസ്സിനുള്ളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. സൗജന്യ യാത്രയുടെ ആഘോഷത്തിമിർപ്പിലായിരുന്നു. ഇതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നാണ് വിശദീകരണം. ഏതായാലും മന്ത്രി പിന്നീട് ഇതിനോട് പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. ഉദ്ഘാടന തിരക്കുകൾ കഴിഞ്ഞ് മറ്റുള്ള തിരക്കുകളിലേക്ക് മന്ത്രി പോവുകയായിരുന്നു. ഏതായാലും മന്ത്രിക്ക് പൊള്ളലേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ആ ഒരു നല്ല നിമിഷം പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്ത് അത് കെടുന്നതായിരുന്നു ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അതിനെ സാഹചര്യത്തിൽ അത്തരത്തിൽ പെരുമാറാൻ മന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് പലയിടത്തും ഉദ്ഘാടനം നടക്കുമ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സൗജന്യ യാത്ര സ്ത്രീകൾക്കുള്ള ഔദാര്യമല്ല എന്നുള്ളത്. സാമൂഹിക സാമ്പത്തിക പ്രതിഫലനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത്. സ്ത്രീകൾക്ക്
അഭിമാനത്തോടെ യാത്ര ചെയ്യാമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാർ അധികാരത്തിലെത്തി 1 മാസം തികയും മുമ്പ് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കിയതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തിലേക്കുള്ള യാത്രയാണ് ഇതെന്ന് ചീഫ് സെക്രട്ടറി എ ജയതിലകും സംസാരിച്ചു. സൗജന്യ യാത്ര ഓർഡിനറിയിലാണെങ്കിലും തീരുമാനം ഓർഡിനറി അല്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വലിയ മാറ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കെ തുളസി പറഞ്ഞു. ഇന്നു മുതൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാം. 3125 ബസ്സുകളിൽ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി UDF പ്രഖ്യാപിച്ച പദ്ധതിയാണ് നടപ്പാക്കിയത്. യാത്രക്കാരുടെ എണ്ണം അറിയാനും പദ്ധതിക്കായി സർക്കാരിൽ നിന്ന് KSRTCക്ക് നൽകേണ്ട സബ്സിഡി കണക്കാക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേക ടിക്കറ്റ് നൽകും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ കനത്ത താഴുകളിട്ട് പൂട്ടിയ സമര ഗേറ്റ് തുറന്ന് പ്രിയദർശിനി ട്രാവൽസിലെ 2 KSRTC ബസ്സുകൾ ദർബാർ ഹാളിന് മുന്നിലെത്തിയപ്പോൾ UDF സർക്കാർ കുറിച്ചത് പുതിയ ചരിത്രം. സെക്രട്ടേറിയറ്റിൽ KSRTC ബസ്സിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രി എന്ന വിശേഷണവും VD സതീഷിന് സ്വന്തം. ബസ്സിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രി CP ജോണിനെയും ഉത്സവ സമാനമായ അന്തരീക്ഷത്തിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും പാർട്ടി പ്രവർത്തകരും വരവേറ്റത്. അവിടെ നിന്നും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കി പെരുമാതുറയിലേക്ക് KSRTC ബസ്സും ഓടിയെത്തിയതും ചരിത്ര ദൗത്യം കുറിച്ചാണ്. നിറപുഞ്ചിരിയോടെ ബസ്സിൽ യാത്ര ചെയ്ത നിരവധി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി രാവിലെ തമ്പാനൂർ KSRTC കോംപ്ലക്സിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ തമ്പാനൂരിൽ നിരവധി പാർട്ടി പ്രവർത്തകരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നതിന് പുറമെ സ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന ആദരമായാണ് ഇതിനെ കാണുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പേരൂർക്കട സ്വദേശിയായ വീട്ടമ്മ സംസാരിച്ചു. സൗജന്യ യാത്ര ചെയ്ത് പദ്ധതിയിൽ ഭാഗമാകാൻ മാത്രമായി തമ്പാനൂരിലെത്തിയ സ്ത്രീകളുണ്ട്. നിറകണ്ണുകളോടെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയുള്ള കയ്യടികളാണ് വേദിയിൽ ഉയർന്നത്. 2 ബസ്സുകളാണ് ആദ്യ യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരായ CP ജോണും കെ തുളസിയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ TV അനുപമയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം യാത്രക്കാരും കയറി. ബസ്സിലുണ്ടായിരുന്നവരെ കണ്ട് വിശേഷങ്ങൾ തിരക്കിയ മന്ത്രി CP ജോൺ വനിതാ ഡ്രൈവർ VP ഷീല, കണ്ടക്ടർ ജയകുമാരി എന്നിവരെ പ്രത്യേകമായി കണ്ട് അനുമോദിച്ചു. KSRTCയിലെയും ഗതാഗത വകുപ്പിലെയും മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരെല്ലാം ബസ് സ്വീകരിക്കാൻ എത്തിയിരുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ചെറിയൊരു പരിപാടിയായി നടത്താനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ജനപിന്തുണ കണ്ടപ്പോൾ വിപുലമാക്കിയതാണെന്നും മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ ജില്ലകളിലും പദ്ധതിയുടെ ഉദ്ഘാടനം വിവിധ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയെന്നും മന്ത്രി അറിയിച്ചു.